Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കൊണ്ടുവരുന്നത്. iQOOന്റെ ഏറ്റവും പുതിയ ഡിവൈസായ iQOO Z7 ആണ്. അപ്പോൾ iQOO Z സീരീസ് കഴിഞ്ഞ വർഷം ഇറങ്ങിയിരുന്നു. iQOO Z6 ഇറങ്ങിയിരുന്നു, iQOO Z6 Pro ഉണ്ടായിരുന്നു, iQOO Z6 Lite ഉണ്ടായിരുന്നു, അങ്ങനെ 3-4 വേരിയന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ iQOO Z7 ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ എഫക്റ്റീവ് പ്രൈസ് ഇൻക്ലൂഡിങ് ഡിസ്കൗണ്ട്സ് 17,499 രൂപയാണ്. അതായത് 17,500 rupees നല്ലൊരു ഡിവൈസാണ്. നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അറ്റ്ലീസ്റ്റ് സ്പെക്സ് നോക്കുകയാണെങ്കിൽ, കാരണം Dimensity 920 5G ചിപ്പാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം തന്നെ വഴിയെ പറയാം. അപ്പോൾ ഇതാണ് iQOO Z7ൻ്റെ ബോക്സ് പാക്കേജിങ്. അപ്പോൾ ബാക്കിൽ എഴുതിയത് കാണാം iQOO Z7 5G. ബ്ലൂ കളറാണ്, നോർവേ ബ്ലൂ. അതേപോലെ ഒരു ബ്ലാക്ക് കളറും ഉണ്ട്. 128 GB സ്റ്റോറേജ് ആണ് വരുന്നത്. 5G ബാൻഡ്സ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. ബാക്കി ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. സാർ വാല്യൂ 1.15 ആണ്. ഹെഡ്സ് ആണ്, ബോഡീസ് ആണ് 0.84 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഡിവൈസാണ്. നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതിനുള്ളിൽ ബാക്കി എന്തൊക്കെയാണ് നമുക്കിവിടെ നോക്കാം. നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. ഇതുണ്ടല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം. ഇവിടെ നമുക്ക് സിം കാർഡ്, സാർ വാല്യൂ വീണ്ടും എഴുതിയിട്ടുണ്ട്. പവർ ആൻഡ് വോളിയം കീസ്. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അത് ഈ സെഗ്മെൻറ്റിൽ സാധാരണ വരാത്ത ഒരു ഫീച്ചറാണ്. വളരെ ചുരുക്കം ഫോണുകളിലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മാനുവൽ വരുന്നത്. പിന്നെ നമുക്കൊരു അഡാപ്റ്ററാണ്, 44 watt അഡാപ്റ്ററാണ്. വിവോൻ്റെ ഫ്ലാഷ് ചാർജ് 44 watt എഴുതിയതാണ്. അപ്പോൾ 44 watt ചാർജിങ് ആണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സിം ഇജക്ടർ പിന്നാണ്. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് iQOO Z7. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ഡിവൈസാന്ന് പറയാം. കാരണം പ്രത്യേകം ക്യാമറ യൂണിറ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. iQOOൻ്റെ ബ്രാൻഡിങ് കാണാം. ഇവിടെ ഫോട്ടോഗ്രാഫി ഹൈ ഡെഫിനിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. LED ഫ്ലാഷും കാണാം. ഇതൊരു പ്ലാസ്റ്റിക് ബാക്ക് പാനലാണ്. അതേപോലെ ഒരു ബ്ലൂയിഷ് കളറാണ്, നോർവേ ബ്ലൂ എന്നാണ്. ഇവിടെ സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് കാണാം. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ്, സിം ട്രേ ഉണ്ട്. താഴെ നമുക്ക് 3.5mm ഓഡി ജാക്ക് ഉണ്ട്, USB Type-C പോർട്ട് ഉണ്ട്, സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. ഫ്രണ്ടിൽ നമുക്ക് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. വളരെ സ്ലിം ഡിവൈസാണ്, നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അതേപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക, ലൈറ്റ് വെയ്റ്റ് ഡിസൈനുമാണ് വരുന്നത്. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. ഡെഫിനറ്റ്ലി നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു നല്ല ഒരു ഇൻഹാൻഡ് ഫീലുള്ള ഡിവൈസ് എന്ന് പറയും. വളരെ സ്ലിം ഫോം ഫാക്ടറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ലൊരു ഫിനിഷ് ഉണ്ട്, ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഡിവൈസ് നമ്മൾ ബൂട്ട് ചെയ്തിരിക്കേണ്ടത് നമുക്കിവിടെ കിട്ടുന്നത് ഒരു 6.38 inches AMOLED ഡിസ്പ്ലേ ഉണ്ട്. ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ഉണ്ട്. അതും ഒരു നല്ല ഫീച്ചറാണ്. AMOLED ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ 90 Hz റിഫ്രഷ് റേറ്റേ ഉള്ളൂ. എന്നാലും നല്ലതാണ്. കാരണം 90 Hz ആണെങ്കിൽ പോലും നല്ല ഒരു ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. റിഫ്രഷ് റേറ്റ് 90 Hz, 60 Hz, സ്മാർട്ട് സ്വിച്ച് ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് റെഗുലറായി വരുന്ന മോഡ്സ് ഒക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, ഡെഫിനറ്റ്ലി പറയാം. AMOLED ഡിസ്പ്ലേ ഉണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സെൻസേഷൻ ആണ് ഗ്ലാസ് വരുന്നത്. ഇതിനകത്ത് 412 pixels per inch ആണ്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 360 Hz ആണ് വരുന്നത്. ടച്ച് റിഫ്രഷ് റേറ്റ് ആണെങ്കിൽ 90 Hz ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്, നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അതുമാത്രമല്ല AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, മൾട്ടിമീഡിയ കോണ്ടന്റ് എല്ലാം കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതേപോലെ നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. യൂട്യൂബിലും HDR സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേയിൽ. പക്ഷേ ഇതിൽ AMOLED 90 Hz ഉണ്ടെങ്കിൽ ഇതിലെ ക്യാച്ച് എന്താ വെച്ചാൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. അതേപോലെ തന്നെ താഴത്തെ ബെസൽസും കുറച്ച് അധികം ഉണ്ടെന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം. എങ്കിലും നമ്മൾ ചെറിയ കോംപ്രമൈസ് എവിടെയെങ്കിലും ചെയ്യേണ്ടി വരും. ആ കോംപ്രമൈസാണ് ഡിസ്പ്ലേ നോച്ചും ഈ ബെസലും. പക്ഷേ AMOLED ഡിസ്പ്ലേ 90 Hz റിഫ്രഷ് റേറ്റുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ സോഫ്റ്റ്വെയറിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കിവിടെ ഫൺ ടച്ച് OS ആണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് എബൌട്ട് ഫോൺ എടുക്കാം. ഫൺ ടച്ച് OS 13, Android 13 ആണ് വരുന്നത്. Dimensity 920 octa-core പ്രോസസ്സറാണ്. 2.5 GHz octa-core പ്രോസസ്സറാണ്. 8+8 GB റാം ഉണ്ട്. വെർച്വൽ റാം എക്സ്പാൻഡ് ചെയ്യാൻ. Android 13 ആണ്. 128 GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയറിൽ കിട്ടുന്നത്. നമുക്ക് എല്ലാ എന്താ പറയുക സോഫ്റ്റ്വെയർ ആസ്പെക്ട്സും കിട്ടുന്നുണ്ട്.
ഇവിടെ ഡൈനാമിക് എഫക്ട്സ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ട്രാൻസിഷൻ എഫക്ട്സ് ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ് ഐക്കൺ ആനിമേഷൻ ഉണ്ട്, ചാർജിങ് ആനിമേഷൻ ഉണ്ട്, അതേപോലെ ആംബിയൻ ലൈറ്റ് എഫക്ട്സ്, ഇങ്ങനെ ഒരുപാട് എഫക്ട്സും ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെയും കിട്ടുന്നുണ്ട്. അൾട്രാ ഗെയിം മോഡ് ഉണ്ട്, എന്താ പറയുക, പിന്നെ നമുക്ക് കിട്ടുന്ന റെഗുലർ ഡിജിറ്റൽ വെൽബീയിങ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. അതും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു ആസ്പെക്റ്റാണ്. കാരണം അണ്ടർ 20,000 റുപ്പീസ് ഇപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരാറില്ല. അതും ഒരു നല്ല ആസ്പെക്റ്റായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. പ്രോസസ്സറും നല്ലതാണ്. ഡിമെൻസിറ്റി 920 ഒക്ടോകോർ പ്രോസസ്സറാണ്, 5G ചിപ്പാണ്, 5G എല്ലാം തന്നെ സപ്പോർട്ടഡുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ക്യാമറ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പേ ഉള്ളൂ. പക്ഷേ ഡ്യുവൽ ക്യാമറ ആണെങ്കിൽ പ്രൈമറി ക്യാമറ മാത്രം നോക്കിയാൽ മതി. സെക്കൻഡറി ക്യാമറ ഒരു 2 മെഗാ പിക്സൽ ബൊക്കെ അല്ലെങ്കിൽ ഡെപ്ത് സെൻസർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ക്യാമറയിൽ അൾട്രാ വൈഡും ഇല്ല, എന്താ പറയുക, പോർട്രേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, വേറെ മാക്രോ ലെൻസ് ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സൽ സാംസങ്ങിൻ്റെ സെൻസറാണ്, GW3 സെൻസറാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വീണ്ടും തന്നെ ഈ പ്രൈസ് സെഗ്മെൻറ്റ്, അതായത് അണ്ടർ 20,000 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറാസ് വളരെ റെയറാണ്. അതും ഒരു നല്ല ആസ്പെക്റ്റാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ ക്യാമറയിലുള്ളത് വെച്ചാൽ OIS ക്യാമറയാണ്, അതേപോലെ 64 മെഗാ പിക്സൽ ഷൂട്ടർ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താ വെച്ചാൽ അൾട്രാ വൈഡും ഇല്ല, അതേപോലെ മാക്രോ സെൻസറും ഇല്ല. മാക്രോ സെൻസർ ഇല്ലാത്തതാണ് നല്ലത്. 2 മെഗാ പിക്സൽ മാക്രോ സെൻസറുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 1080p 1360 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അവിടെയും നമുക്ക് 1080p റെസൊല്യൂഷൻ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് സെൽഫി ക്യാമറ ഒരു 16 മെഗാ പിക്സൽ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറയെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. പക്ഷേ എനിക്ക് ക്യാമറ UI എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. പോർട്രേറ്റ് മോഡ് ഉണ്ട്, വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് 1080p 4K 60 FPS ഇല്ല, 4K ആണെങ്കിൽ 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റെഗുലർ മോഡ്സ് അല്ലാണ്ട് മോഡ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ബേസിക് ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറിയും സെൽഫി ക്യാമറയും മാത്രം നോക്കിയാൽ മതി. ബാക്കി ഡെപ്ത് സെൻസർ വലിയൊരു ഗുണമൊന്നുമില്ല. അപ്പോൾ ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും 64 മെഗാ പിക്സൽ സെൻസറും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഇതെല്ലാം iQOO Z7 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ചില പോരായ്മകളുണ്ട്, എങ്കിലും ഈ പ്രൈസ് സെഗ്മെൻറ്റ് ഇത്രയും ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്യാമറാസിൽ പ്രൈമറി ക്യാമറ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് iQOO Z7 ക്യാമറ സെറ്റപ്പ്. പിന്നെ നമുക്ക് ബാറ്ററിയിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോളൂ 7.8 mm തിക്നെസ്സേ ഉള്ളൂ, അതേപോലെ 173 ഗ്രാംസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ്. വെറും 4500 mAh കപ്പാസിറ്റി ബാറ്ററിയേ ഉള്ളൂ. പക്ഷേ നമുക്ക് 44 വാട്ട് ചാർജിങ് ഉണ്ട്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ സാധാരണ 33 വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 44 വാട്ട് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു സ്ലൈറ്റ്ലി ബെറ്റർ ബാറ്ററി ചാർജിങ് ടെക്നോളജി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിവൈസാണ്. എനിക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ നല്ല ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ഉണ്ട്, 90 Hz ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ഡിസൈനാണ്. അതേപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോഫ്റ്റ്വെയർ Android 13 ഉണ്ട്. അതേപോലെ തന്നെ 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം അണ്ടർ 20,000 റുപ്പീസിന് നമുക്ക് സാധാരണ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും വരാറില്ല. അപ്പോൾ ഓവറോൾ ഒരു സ്പെക്ക് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ iQOO Z7 നല്ലൊരു വാല്യൂ ഫോർ മണി പാക്കേജ് എന്ന് പറയുക. എഫക്റ്റീവ് പ്രൈസിങ് ഓഫ് 17,499 ആണ്. ആക്ച്വൽ പ്രൈസിങ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. മാർച്ച് 21 അനൗൺസ് ചെയ്യുള്ളൂ. നമ്മൾ വീഡിയോ അതിന് മുമ്പാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എഫക്റ്റീവ് പ്രൈസിങ് നമുക്ക് കിട്ടിയിട്ട് 17,499 രൂപയാണ്. ആ പ്രൈസിങ്ങിന് നല്ലൊരു കിടിലം പാക്കേജാണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റി ഡിവൈസാണ്. ചില കോംപ്രമൈസസ് ഉണ്ട്. ഒബ്വിയസ്ലി ഡ്രോപ്പ് നോച്ച് ഉണ്ട്, ചിന്ന് കുറച്ച് അധികം ഉണ്ട്. അതേപോലെ ക്യാമറാസിലാണെങ്കിൽ അൾട്രാ വൈഡ് മിസ്സിംഗ് ആണ്. അങ്ങനെ കുറച്ച് കോംപ്രമൈസസ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓവറോൾ പ്രൈസിങ്ങും ഹാർഡ്വെയർ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജ് ആയിട്ടാണ് iQOO Z7 എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു iQOO Z7 നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു iQOO Z7 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.